നമസ്കാരം കൂട്ടുകാരെ, ഫ്ലേവേഴ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കൊരു 3-4 സ്ലൈസായിട്ട് വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളത് നോക്കൂ, നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു കേക്കാണത്. അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 1 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് അരിപ്പയിലിട്ട് കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ 3 പ്രാവശ്യം അരിച്ചെടുത്താൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറായി. ഇനി നമുക്ക് മോൾഡ് തയ്യാറാക്കിയെടുക്കാം. അല്പം ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് മോൾഡ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ 4 കോഴിമുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ബീറ്റർ ഉപയോഗിച്ച് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുന്നത് വരെ അടിച്ചെടുക്കുക. ശേഷം 1/4 കപ്പ് പഞ്ചസാര പൗഡർ സ്റ്റെപ്പായി ചേർത്ത് നല്ല ഹൈ സ്പീഡിൽ വീണ്ടും അടിച്ചെടുക്കുക. ബാറ്റർ ഇതുപോലെ സ്റ്റിഫാകുന്നത് വരെ അടിച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഘട്ടം ഘട്ടമായി ചേർത്ത് സ്പെച്യൂല ഉപയോഗിച്ച് ഇതുപോലെ ഒരു വശത്തേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കേണ്ടതാണ്. ഇനി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മോൾഡ് വെച്ച് കൊടുക്കാം. ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്ത് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതാ നോക്കൂ കൂട്ടുകാരെ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒരു നൂല് ഉപയോഗിച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതാ കണ്ടോളൂ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കാണത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കോ അല്ലെങ്കിൽ പേസ്ട്രീസോ ഒക്കെ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.